ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സോൾവബിൾ ഫോർ പി ആണ് ചെയ്തത്. അവിടെ ഞാൻ പറഞ്ഞിരുന്നു തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് എഴുതാൻ പറ്റുമെങ്കിൽ സോൾവബിൾ ഫോർ പി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്തതിനെയാണ് നമ്മൾ ഒന്നെങ്കിൽ എക്സ് വെച്ച് സോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ വൈക്ക് വേണ്ടി സോൾവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സോൾവബിൾ ഫോർ എക്സ് ആൻഡ് സോൾവബിൾ ഫോർ വൈ. നമുക്ക് ആദ്യം സോൾവബിൾ ഫോർ എക്സ് നോക്കാം. If the first order nth degree differential equation can be put in the form x is equal to a function of y comma p, then it is solvable for x. അതായത് തന്നിരിക്കുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എനിക്ക് x is equal to a function of y comma p എന്ന ഫോർമാറ്റിൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ അതിനെ എനിക്ക് x വെച്ച് സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ x വരിക, റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് മാത്രമേ കാണാവൂ? y-യും p-യും അതിന്റെ ഫങ്ഷൻസ് മാത്രമേ കാണാവൂ, ഒരിക്കലും x കാണരുത്. രണ്ടാമത്തെ കാര്യം x is equal to a function of y comma p എന്ന് പറഞ്ഞു. ഈ y ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് സിംപ്ലി x is equal to a function of p ആണെങ്കിലും നമുക്ക് x വെച്ച് സോൾവ് ചെയ്യാൻ പറ്റും. ഇത് സോൾവ് ചെയ്യേണ്ട മെത്തേഡ് ആണ് കൊടുത്തിരിക്കുന്നത്. 3 സ്റ്റെപ്പ് ഉണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് dx ഡിവൈഡ് ബൈ dy എന്ത് ചെയ്യുന്നു? 1/p എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ x is equal to a function of y comma p ആണെങ്കിൽ that is x is equal to a function of y comma p. നമ്മൾ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ത് കിട്ടും? we get dx divided by dy. ഇതിനെ നമ്മൾ 1/p എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതണം. ഓക്കെ, റൈറ്റ് ഹാൻഡ് സൈഡും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കാം. എലിമിനേറ്റ് p from the equation. മൂന്നാമത്തത് the eliminant is the required solution. നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ എവിടെയെങ്കിലും p ഉണ്ടെങ്കിൽ കഴിവതും ആ p യെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ നോക്കുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. p എന്ത് ചെയ്യുക? എലിമിനേറ്റ് ചെയ്യുക. അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി കിട്ടുന്നതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം, സോൾവബിൾ ഫോർ y. If the first order nth degree differential equation can be put in the form y is equal to a function of x comma p, then it is solvable for y. നമുക്ക് y വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന എപ്പോഴാണ്? തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ y is equal to a function of x comma p എന്ന് എഴുതുകയാണെങ്കിൽ നമുക്ക് y വെച്ച് സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കുക, ഇവിടെ x ഇല്ല, സിംപ്ലി y is equal to a function of p ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന y വെച്ച് സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ y മാത്രമേ കാണാവൂ, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒന്നെങ്കിൽ എക്സോ പിയോ അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻസ് മാത്രമേ കാണാവൂ, ഒരിക്കലും വൈയോ വൈയുടെ ഫംഗ്ഷൻസോ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതിന്റെ സോൾവ് ചെയ്യേണ്ട മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുക? y is equal to a function of x comma p എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു? വിത്ത് റെസ്പെക്ട് ടു x നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത് എങ്ങനെ കിട്ടും? I get dy by dx equal to derivative of function of x comma p എന്ന് കിട്ടും. ഓക്കെ, p dy by dx എന്ത് ചെയ്യുക? p എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ബാക്കി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എയിം എന്താണ്? അതിൽ നിന്നും p എങ്ങനെയും എലിമിനേറ്റ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ എയിം എന്താണ്? തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നും എങ്ങനെയെങ്കിലും ആ ഡെറിവേറ്റീവ് ടേംസിനെയൊക്കെ മാറ്റി എഴുതുക എന്നുള്ളതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതിനാണ് ഇവിടെ പറയുന്നത് എന്ത്? p should be eliminated from the equation. അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് എന്ത്? നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ ഓർത്തിരിക്കണമെന്നില്ല. ഇത് നിങ്ങൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഈ ഒരു പോയിന്റ് ആണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു x ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് dy by dx is equal to p. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് സോൾവബിൾ ഫോർ ബോത്ത് x ആൻഡ് y. ചില ചോദ്യങ്ങൾ നമുക്ക് x വെച്ചും y വെച്ചും സോൾവ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഫേവറൈറ്റ് y is equal to x plus p. ഇവിടെ y is equal to a function of x comma p. ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മുടെ ചോദ്യം തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് y വെച്ച് സോൾവ് ചെയ്യാം. ഇതേ ചോദ്യം തന്നെ I can write x is equal to y minus p. സോ ഈ തന്നിരിക്കുന്ന ചോദ്യം x is a function of y comma p ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ചോദ്യത്തെ എന്ത് ചെയ്യാം? x വെച്ചും സോൾവ് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കുക, നിങ്ങൾ y വെച്ച് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരവും x വെച്ച് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരവും രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യം തന്നിട്ട് അതിൽ 4 ഓപ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഓപ്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ചെയ്യേണ്ട മെത്തേഡ് y വെച്ച് സോൾവ് ചെയ്യേണ്ടതാണോ അതോ ചെയ്യേണ്ട മെത്തേഡ് x വെച്ച് സോൾവ് ചെയ്യേണ്ടതാണോ എന്ന് ഓപ്ഷനിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത് സോൾവബിൾ ഇഫ് ഓൺലി x or y is present along with p.
അതായത് ഒന്നെങ്കിൽ എക്സോ അല്ലെങ്കിൽ വൈ മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് എയ്തർ ഡിപെൻഡന്റ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. എക്സാമ്പിൾ ഫംഗ്ഷൻ ഓഫ് വൈ കൊമ പി ഈക്വൽ ടു 0. ഇവിടെ വൈയും പിയും മാത്രമേ ഉള്ളൂ, എക്സ് ഇല്ല. ഇങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതിനെ വൈ വെച്ച് സോൾവ് ചെയ്യാം അല്ലെങ്കിൽ പി വെച്ച് സോൾവ് ചെയ്യാം. അത് സോൾവബിൾ ഫോർ വൈ ഓർ സോൾവബിൾ ഫോർ പി മെത്തേഡ് ഉപയോഗിക്കാം. അടുത്തത് ഫംഗ്ഷൻ ഓഫ് എക്സ് കൊമ പി ഈക്വൽ ടു 0 എന്ന ഫോർമാറ്റിലാണ് ചോദ്യം തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതിനെ എക്സ് വെച്ച് സോൾവ് ചെയ്യാം അല്ലെങ്കിൽ പി വെച്ച് സോൾവ് ചെയ്യാം. സോ ഓൾ ഇൻ ഓൾ ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ സോൾവബിൾ ഫോർ എക്സ് അല്ലെങ്കിൽ സോൾവബിൾ ഫോർ വൈ അല്ലെങ്കിൽ ക്ലിയറോട്ട്സ് ഇക്വേഷൻ, ഇത് മൂന്നുണ്ട്, ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ ക്ലിയറോട്ട്സ് ഇക്വേഷൻ ഇതുവരെ നോക്കിയിട്ടില്ല, അതുകൊണ്ട് പി വെച്ച് പറ്റുന്നില്ലെങ്കിൽ എക്സോ വൈയോ ട്രൈ ചെയ്യാം. സോ എക്സ് വെച്ച് ട്രൈ ചെയ്യണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? എക്സ് ഈസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് വൈ കൊമ പി എന്ന് എഴുതാൻ പറ്റണം. വേറെ വൈ വെച്ച് സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വൈ ഈസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ് കൊമ പി എന്ന് എഴുതാൻ പറ്റണം. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വൈ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എക്സ് ഈസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് പി ആണെങ്കിലും നമുക്ക് ഈ മെത്തേഡ് പറ്റും. പക്ഷെ എന്ത് വരാൻ പാടില്ല? ഒരിക്കലും എക്സ് വരാൻ ഇവിടെ പാടില്ല, റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സ് വരാൻ പാടില്ല. ഇത് നോക്കുമ്പോൾ വൈ ഈസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ് കൊമ പി, ഇവിടെ എക്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എന്ത് വരാൻ പാടില്ല? വൈ വരാൻ പാടില്ല, റൈറ്റ് ഹാൻഡ് സൈഡിൽ വൈ വരാൻ പാടില്ല. പിന്നെ പറഞ്ഞു ചിലത് നമുക്ക് എന്ത് ചെയ്യാം, എക്സ് വെച്ചോ വൈ വെച്ചോ സോൾവ് ചെയ്യാം. കിട്ടുന്ന സൊല്യൂഷൻ രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. ആ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ ഓപ്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് ഏതാണെന്ന്. അപ്പൊ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ ഉള്ളത് തന്നിരിക്കുന്നതിനകത്ത് എക്സ് ഓർ വൈ ഏതെങ്കിലും ഒന്നേ ഉള്ളെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോർ എക്സാമ്പിൾ ഫംഗ്ഷൻ ഓഫ് വൈ കൊമ പി ഈക്വൽ ടു 0 ആണെങ്കിൽ ഒന്നെങ്കിൽ വൈ വെച്ച് സോൾവ് ചെയ്യാം അല്ലെങ്കിൽ പി വെച്ച് സോൾവ് ചെയ്യാം. ആദ്യത്തെ പ്രോബ്ലം എക്സ് ഈസ് ഈക്വൽ ടു വൈ പ്ലസ് എ ലോഗ് പി. ഈ ചോദ്യം നമുക്ക് വേണമെങ്കിൽ എക്സിന് വേണ്ടിയും സോൾവ് ചെയ്യാം, വൈക്ക് വേണ്ടിയും സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം എക്സിന് വേണ്ടി സോൾവ് ചെയ്യുന്ന എടുക്കുകയാണ്. ദാറ്റ് ഈസ് സോൾവബിൾ ഫോർ എക്സ് ആണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇതിനെ ആദ്യം വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. therefore I get dx divided by dy is equal to y വെച്ചാണ്, therefore 1 plus a into log p ന്റെ ഡിഫറൻസിയേഷൻ 1 divided by p into dp divided by dy. dx divided by dy നെ എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 1 by p എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. therefore I get 1 by p plus a divided by p into dp divided by dy. ഇനി 1 നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? I get 1 minus p divided by p is equal to a divided by p into dp divided by dy. അപ്പോൾ ഈ പിയും ക്യാൻസൽ ആയി പോകും. ഇനി നമുക്ക് dy ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കാം. therefore I get dy is equal to a into dp divided by 1 minus p. ഇപ്പോൾ ഇവിടെ നമ്മൾ വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം? രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യാം. therefore I get y is equal to a കോൺസ്റ്റന്റ് ആണ്, 1 divided by 1 minus p ന്റെ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് ലോഗ് 1 minus p ആണ്. therefore I get minus a times log 1 minus p plus a constant. x വെച്ച് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈ ആൻസർ ആണ്. y is equal to minus a log 1 minus p plus c. രണ്ടാമത്തെ ചോദ്യം നോക്കാം. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. x is equal to y plus a log p. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? y-ക്ക് വേണ്ടിയാണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് y-ക്ക് വേണ്ടിയാണ് സോൾവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഇതിനെ എന്ത് എഴുതുക? y is equal to function of x, p എന്ന ഫോർമാറ്റ് എഴുതുക. that is y is equal to x minus a log p എന്ന് എഴുതുക. ഇതിപ്പോൾ എന്താണ്? y is a function of x, p എന്ന ഫോർമാറ്റിലാണ്. ഇനി ഇതിനെ എന്ത് ചെയ്യുക? വിത്ത് റെസ്പെക്ട് ടു x വെച്ച് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. therefore I get dy by dx is equal to 1 minus log p എന്താണ്? 1 by p into dp divided by dx. this I can write dy by dx എന്താണ്? p ആണ്. ഈ 1 നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കും. therefore I get p minus 1 is equal to minus a divided by p into dp by dx. okay, ഇനി ഈ p നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുന്നു. therefore I get p into p minus 1 is equal to minus a into dp by dx. ഇനി x ന്റെ വേരിയബിൾസും p ന്റെ വേരിയബിൾസും നമ്മൾ സെപ്പറേറ്റ് എഴുതുന്നു. therefore I get minus dx is equal to a into
dp divided by p into p minus 1. ഇതിനെ എന്ത് ചെയ്യുക? രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അതിനു മുമ്പ് ഇവിടെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് ഇവിടെ a കോൺസ്റ്റന്റ് ആണ്, പക്ഷേ 1 divided by p into p minus 1. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? That is 1 divided by p into p minus 1 നെ I can write minus 1 divided by p plus 1 divided by p minus 1. Therefore, I can write integral minus dx is equal to a into integral minus 1 divided by p plus 1 divided by p minus 1 dp. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേഷൻ ഓഫ് dx എന്ത് കിട്ടും? We get x നെഗറ്റീവ് ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. Therefore, a into integral of minus 1 by p. I get minus log p plus integral of p minus 1. We get log p minus 1 plus a constant. ഈ മൈനസ് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുകയാണ്. Therefore, I get x is equal to a into log p minus log p minus 1 plus a constant. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചോദ്യം എന്തായിരുന്നു? y is equal to x minus a times log p. ഇതായിരുന്നു നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ എന്താണ് ട്രൈ ചെയ്തത്? ഇവിടെ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നുള്ള ഡെറിവേറ്റീവ്സിനെയൊക്കെ മാറ്റി ഒരു നോർമൽ ഇക്വേഷൻ ആയിട്ട് എഴുതാനാണ് നമ്മൾ ട്രൈ ചെയ്തത്. പക്ഷേ ഈ സൊല്യൂഷൻ നോക്കുക, ഈ സൊല്യൂഷനകത്ത് ഇപ്പോൾ എന്ത് തന്നെ ഉണ്ട്? ഈ പറയുന്ന പിന്റെ ടേംസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് എപ്പോഴും തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നും ഈ പി എടുത്ത് മാറ്റാൻ പറ്റില്ല. സിമിലർലി നമുക്ക് നേരത്തെ കിട്ടിയ സൊല്യൂഷനിലേക്ക് പോകാം. ദാറ്റ് ഈസ് ഇതാണ് നമുക്ക് നേരത്തെ കിട്ടിയ സൊല്യൂഷൻ. y is equal to minus a log 1 minus p plus c. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? പിന്റെ ടേംസ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാ ചോദ്യത്തിലും നമുക്ക് എന്ത് പറ്റില്ല? ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നും പി റിമൂവ് ചെയ്യാൻ പറ്റില്ല. അടുത്ത ചോദ്യം നോക്കാം. y is equal to 2px plus yp square. ഈ ചോദ്യം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് yക്ക് വേണ്ടി സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലം ആണെന്ന്. ദാറ്റ് ഈസ് സോൾവബിൾ ഫോർ y ആണ് തന്നിരിക്കുന്നത് വിചാരിക്കും. പക്ഷെ നമ്മുടെ പഠിച്ച ഇക്വേഷൻ എന്താണ്? y ഷുഡ് ബി എ ഫംഗ്ഷൻ ഓഫ് x, p. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ y മാത്രമേ കാണൂ, റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സും പിയും അതിന്റെ ഫംഗ്ഷൻസ് മാത്രമേ കാണൂ. പക്ഷെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ എന്തുണ്ട്? yന്റെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ y ഇവിടെ ഉണ്ട്. അങ്ങനെ yയോ yയുടെ ഫംഗ്ഷനോ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് yക്ക് വേണ്ടി സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ട്രൈ ചെയ്യണം? ഇനി എക്സിന് വേണ്ടി സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ എനിക്ക് എങ്ങനെ എഴുതാം? I can write 2px is equal to y minus yp square. That is 2x is equal to y minus p minus yp എന്ന് എഴുതാം. p ഇക്വേഷൻ എന്താണ്? x is a function of y, p എന്ന മെത്തേഡിലാണോ നോക്കുക. അതെ, എക്സിനെ നമ്മൾ എന്തായിട്ടാണ് എഴുതിയിരിക്കുന്നത്? yന്റെയും bന്റെയും ഫംഗ്ഷൻ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? എക്സിന് വേണ്ടി സോൾവ് ചെയ്യാം. ഓക്കെ, ഇത് സോൾവബിൾ ഫോർ എക്സ് ആണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോൾവബിൾ ഫോർ എക്സ് ആണെങ്കിൽ ആദ്യം ചെയ്യുന്നത് y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് dx by dy നെ എന്ത് ചെയ്യുക? 1 by p ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Therefore, I get 2 times dx divided by dy. ഇവിടെ ഈ 2 കോൺസ്റ്റന്റ് ആണ്, അതിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ തന്നെ ഇട്ടിരുന്നാൽ മതി. Therefore, 2 into dx by dy is equal to, ഇത് ഡിവിഷൻ മെത്തേഡ് ആണ്. I can write p square p into derivative of y, that is 1, minus y into derivative of p, that is dp divided by dy, minus ഇവിടെ പ്രോഡക്റ്റ് ടൈം ആണ് y into derivative of p, that is dp divided by dy, plus p into derivative of y, that is 1. ഇനി dx by dy നെ എന്ത് ചെയ്യുന്നു? p എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Therefore, I get 2 by p is equal to, ഇവിടെ ഒരു p divided by p square ഉണ്ട്. Therefore, I get 1 by p minus ഇവിടെ I can write y into dp divided by dy divided by p square minus y into dp divided by dy minus p. ഇവിടെ നോക്കാം, ഇവിടെ ഒരു 2 by p ഉണ്ട്, ഇവിടെ ഒരു 1 by p ഉണ്ട്. ഈ 1 by p നെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 2 by p minus 1 by p which is equal to 1 by p. അതിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ മൈനസ് പിയും കൂടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുന്നു. Therefore, I get 1 by p
പ്ലസ് പി ഈസ് ഈക്വൽ ടു, പിന്നെ ബാക്കിയുള്ള ഏത് ടേംസ് ആണ്? ഇത്രയും ടേംസ് ആണ് ഇനി നമുക്ക് ബാക്കിയുള്ളത്. ഇതിൽ നോക്കിയാൽ കാണാം ഇവിടെ y ഇൻറ്റു ഡി പി ബൈ ഡി വൈ ഇത് കോമൺ ആണ് അല്ലേ? y ഇൻറ്റു ഡി പി ബൈ ഡി വൈ കോമൺ ആണ്. ഒരു നെഗറ്റീവ് ടേം കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ നെഗറ്റീവും കൂടെ ഒരുമിച്ച് എടുക്കുകയാണ്. മൈനസ് y ഇൻറ്റു ഡി പി ഡിവൈഡ് ബൈ ഡി വൈ 1 ബൈ പി സ്ക്വയർ പ്ലസ് 1. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇത് എങ്ങനെ എഴുതാം? ദിസ് വൺ ഐ ക്യാൻ റൈറ്റ് 1 പ്ലസ് പി സ്ക്വയർ divided by p is equal to minus y into dp divided by dy 1 plus p square divided by p square. അപ്പോൾ ഈ 1 plus p square 1 plus p കട്ടായി പോകും. ഈ p യും ഇവിടുത്തെ ഒരു b യും കട്ടാവും. Therefore I can write 1 is equal to minus y dp by dy into 1 by p. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി നമ്മൾ ഇതിനെ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡിലേക്ക് മാറ്റുന്നു. Therefore I can write dy divided by y, ഈ ഒരു നെഗറ്റീവ് ആൻഡ് ലെഫ്റ്റിലേക്ക് എടുക്കുകയാണ്, is equal to dp by p. This one I can write minus log y is equal to log p plus a constant log c1. ഓക്കെ, c1 എടുക്കാൻ കാരണം നമുക്ക് ഏത് കോൺസ്റ്റന്റ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി ലോഗ് വൈനെ ഞാൻ എന്ത് ചെയ്യാണ്? റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുകയാണ്. Therefore I get log y plus log p is equal to and another constant log c. From here I can write yp is equal to c, or I can write y is equal to c by p. അപ്പോൾ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് p ഉണ്ടായിരുന്നു, നമുക്ക് കിട്ടിയ സൊല്യൂഷനകത്ത് ഇപ്പോൾ എന്തുണ്ട്? p ഉണ്ട്. പക്ഷേ ഈ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ എനിക്ക് p is equal to c divided by y എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. അതായത് p is equal to c divided by y എന്ന് ഞാൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിലെ കംപ്ലീറ്റ് p നെ മാറ്റി എഴുതാൻ പറ്റുമെന്ന് നോക്കുക. ദാറ്റ് ഈസ് y is equal to 2 times p ക്ക് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? c by y നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു പ്ലസ് y ഇൻറ്റു c സ്ക്വയർ ഡിവൈഡ് ബൈ y സ്ക്വയർ. അപ്പം ഈ ഒരു വൈയും ഈ ഒരു വൈയും കട്ടാവുന്നു. ഈ വൈയും ഈ വൈയും കൂടെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. Therefore y square is equal to 2 times cx plus c square. അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ചോദ്യത്തിനകത്ത് y is equal to c by p എന്ന സൊല്യൂഷൻ കിട്ടുമ്പോൾ നമ്മൾ അവിടെ നിർത്തുന്നില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ p ഉണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ട്രൈ ചെയ്യണം ആ p എങ്ങനെയെങ്കിലും റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? p is equal to c by y എന്ന് കിട്ടുന്നു. അതെടുത്ത് നമ്മൾ ക്വസ്റ്റിലേക്ക് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നാലാമത്തെ ചോദ്യം, p is equal to tan x minus p divided by p square plus 1. ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് വേരിയബിൾസേ ഉള്ളൂ, ഒന്ന് x ഉണ്ട് പിന്നെ p ഉണ്ട്, y ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ x വെച്ച് സോൾവ് ചെയ്യാം അല്ലെങ്കിൽ p വെച്ച് ചെയ്യാം. p വെച്ച് സോൾവ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? തന്നിരിക്കുന്ന ചോദ്യം ഫാക്ടർ ചെയ്യാൻ പറ്റണം. അങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? x വെച്ച് സോൾവ് ചെയ്യാം. ഇനി x വെച്ച് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ കണ്ടീഷൻ എന്താണ്? x വെച്ച് സോൾവ് ചെയ്യണമെങ്കിൽ x is equal to a function of y, p അല്ലെങ്കിൽ p function of p എന്ന് എഴുതാൻ പറ്റണം. അപ്പോൾ ഇത് അങ്ങനെയല്ല കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ആ ഫോർമാറ്റിലേക്ക് മാറ്റണം. Therefore I can write, ഇവിടെ tan ആണ്, ഈ tan ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ I get tan inverse p is equal to x minus p divided by p square plus 1. Therefore I can write x is equal to tan inverse p plus p divided by p square plus 1. അപ്പോൾ ഇതെന്താണ്? ഈ ഒരു ഫോർമാറ്റിൽ കിടക്കുകയാണ്. Therefore നമുക്കിതിനെ x ന് വേണ്ടി സോൾവ് ചെയ്യാം. x ന് വേണ്ടി സോൾവ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. Therefore we get dx divided by dy is equal to tan inverse p. I get 1 divided by 1 plus p square into dp divided by dy plus p divided by p square plus 1 ഡെറിവേറ്റീവ്. നമ്മൾ എന്ത് ചെയ്യണം? p square plus 1 the whole square, then p square plus 1 into p ന്റെ ഡെറിവേറ്റീവ്, that is dp divided by dy minus p into p square plus 1 ന്റെ ഡെറിവേറ്റീവ്, that is 2 times p into dp divided by dy.
ഇനി നമ്മൾ എന്ത് ചെയ്യുക, dx ഡിവൈഡ് ബൈ dy നെ 1/p എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 1/p is equal to, ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുക. ഇത് 1 പ്ലസ് പി സ്ക്വയർ ആണ്, അല്ലെങ്കിൽ പി സ്ക്വയർ പ്ലസ് 1 ആണ്. ഇതിന്റെ ഡിനോമിനേറ്ററിനകത്ത് 1 പ്ലസ് പി സ്ക്വയർ ഇത് ഹോൾ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ പി സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഈ രണ്ട് ഡിനോമിനേറ്ററും ഈക്വൽ ആക്കാൻ വേണ്ടി ഞാൻ ഇതിനെ 1 പ്ലസ് പി സ്ക്വയർ കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഡിനോമിനേറ്റർ എനിക്ക് എന്തായിട്ട് കിട്ടും, സെയിം ആയിട്ട് കിട്ടും. ദാറ്റ് ഈസ് പി സ്ക്വയർ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ഇവിടെ ഞാൻ 1 പ്ലസ് പി സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ആണ്. therefore 1 പ്ലസ് പി സ്ക്വയർ. അടുത്ത ഡി പി ബൈ ഡി വൈ ആണ്. അത് ഇവിടെയുണ്ട്, ഇവിടെ എല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, അത് ഈ ടൈമിലുണ്ട്, ഈ ടൈമിലുണ്ട്. സോ ഐ എം ടേക്കിംഗ് ഔട്ട് ഡി പി ഡിവൈഡ് ബൈ ഡി വൈ ഔട്ട്സൈഡ്. 1 പ്ലസ് പി സ്ക്വയർ പ്ലസ് ഈ പി സ്ക്വയർ പ്ലസ് 1 മൈനസ് 2p സ്ക്വയർ. ഇതിന്റെ ഡി പി ബൈ ഡി വൈ, ഡി പി ബൈ ഡി വൈ, ഈ ഡി പി ബൈ ഡി വൈ ഞാൻ വെളിയിലേക്ക് എടുത്തിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഒരു പി സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു പി സ്ക്വയർ ഉണ്ട്, ഇവിടെ മൈനസ് 2p സ്ക്വയർ ഉണ്ട്. അപ്പൊ ഇതെല്ലാം ക്യാൻസൽ ആയിപ്പോ. therefore I can write 1 divided by p is equal to, ഈ 1 ഉം ഈ 1 ഉം കൂടെ ചേരുമ്പോൾ 2 കിട്ടും. therefore 2 times p square plus 1 the whole square into dp by dy. ഇനി വേരിയബിൾസ് എല്ലാം സെപ്പറേറ്റ് ചെയ്ത, therefore I get dy is equal to 2 times p divided by p square plus 1 the whole square dp. ഇനി നമുക്ക് രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യണം. therefore we get y is equal to integral of 2p divided by p square plus 1 the whole square എന്ന് പറയുന്നത് we get minus 1 divided by p square plus 1 plus a constant. ഇതാണ് സൊല്യൂഷൻ.